ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നുള്ള പഠിപ്പിക്കുകയാണ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത ഉണ്ടാക്കിയാൽ, ഒരു വലിയനെ കുറവാക്കിയാൽ, ഒരു വലിയനെ ചീത്ത പറഞ്ഞാൽ അവനോട് പ്രതികാരം ചെയ്യുന്നത് ഞാനാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറതു അലൈഹി. എന്റെ ഒരു അടിമ എങ്ങനെ കടുത്തടുത്തു ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, നിർബന്ധമാക്കിയ ഫർളായ കർമ്മങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. സുന്നത്തായ കർമ്മങ്ങളെല്ലാം ചെയ്ത് ഒരടിമ എന്നിലേക്ക് അടുക്കുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിക്കും. ഫഇദാ അഹ്ബബ്തുഹു, ഞാനെങ്ങാനും എന്നിലേക്ക് അടുത്തവരെ അടിമയെ ഞാൻ സ്നേഹിച്ചാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ആ അടിമ കേൾക്കുന്ന കേൾവി ഞാനാകും, ആ അടിമ കാണുന്ന കാഴ്ച ഞാനാകും, ആ അടിമ കൈകളെ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ഞാനാകും, ആ അടിമ നടക്കുന്ന കാല് ഞാനാകും. ഇതിനെ അഇമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരടിമയാകുന്ന വലിയന്റെ കേൾവി എങ്ങനെയാണ് അള്ളയാകുന്നത്? അദ്ദേഹത്തിലേക്ക് വിദൂരത്തുള്ളത് കേൾക്കാൻ കഴിയും, അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കേൾക്കാൻ കഴിയും, അടുത്തുള്ളതും വിദൂരത്തുള്ളതും കേൾക്കാൻ കഴിയുമെന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അഇമ്മത്ത് പറയുന്നത് കാണാം. അദ്ദേഹം അടുത്തുള്ളതും കാണും, ഞങ്ങൾക്ക് കാണാത്ത അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ പല അത്ഭുതങ്ങൾ കറാമത്തുകൾ കാണിക്കാൻ കഴിയുമെന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അദൃശ്യമായ കഴിവുകൾ, അദൃശ്യമായ കാര്യം അല്ലാഹ് അല്ലാതെ അറിയില്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹ് കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട്, അല്ലാഹ് കൊടുത്ത കറാമത്തുകൾ കൊണ്ട് ഔലിയാക്കൾക്ക് കഴിയുന്നതാണ്, ഔലിയാക്കൾക്ക് കഴിയുന്നതാണ്. സയ്യിദന്മാരുടെ, ഔലിയാക്കളുടെ മഖബറുകളിലേക്ക് പോകുമ്പോ ഇന്നത്തെ പുത്തൻവാദികൾ പറയുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ശിർക്കാണെന്ന് പറയുന്ന വഹാബികളില്ലേ, ആ വഹാബികളോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിന് അവർ മറുപടി പറയുകയില്ല. പക്ഷെ എന്തൊക്കെ വളവുകൾ, എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഖൽബിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും. എന്താണ് ശിർക്ക് മൗലവി എന്ന് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാന്തപുരം ഉസ്താദാകുന്ന നമ്മുടെ നേതൃത്വം വട്ടപ്പുറം സംവാദത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ലോകത്തുള്ള മുസ്ലിമീങ്ങളെ നിങ്ങൾ ശിർക്ക് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, മുശ്രിക് എന്ന് പറയുന്നുണ്ടല്ലോ, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇബാറത്തുകളെ കൊണ്ടുവരാൻ, ഇമാമുകളെ മുൻനിർത്തി അവിടെ നിന്ന് മറുപടി പറയാൻ ഇന്ന് വഹാബികൾ മുമ്പിലേക്ക് വരികയില്ല. കാരണം എന്താ?
ഇസ്ലാം